നമസ്കാരം, ഞാൻ ഡോക്ടർ സുശാന്ത്, കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റ്, SUT ഹോസ്പിറ്റൽ പട്ടം. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന വളരെ അപൂർവമായി കാണപ്പെടുന്ന ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡറായ ഗില്ലൻ ബാരെ സിൻഡ്രോമിനെ പറ്റിയാണ്. ഇത് സാധാരണയായി നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്ന ഒരു അപാകത മൂലമാണ് ഈ രോഗം ഉണ്ടാകുന്നത്. ഏതെങ്കിലും ഒരു വൈറൽ ഇൻഫെക്ഷനോ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ, നമ്മുടെ ലങ്സിനെ ബാധിക്കുന്ന റെസ്പിറേറ്ററി ഇൻഫെക്ഷനോ അല്ലെങ്കിൽ കുടലിനെ ബാധിക്കുന്ന എന്തെങ്കിലും ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ഇൻഫെക്ഷനോ വരുന്നതിന് ശേഷമാണ് ഈ ഒരു അസുഖം കാണപ്പെടുന്നത്. സാധാരണയായി ഏതെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ആ ബാക്ടീരിയയ്ക്കോ വൈറസിനോ എതിരായിട്ട് ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കപ്പെടും. അപ്പോൾ ഈ ആൻറ്റിബോഡീസിൻ്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആ ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസിനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഈ ഗില്ലൻ ബാരെ സിൻഡ്രോമിൽ ഈ ആൻറ്റിബോഡീസ് അമിതമായി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും തൽക്ഷണം അത് നമ്മുടെ ശരീരത്തിൽ തന്നെ ഞരമ്പുകളെ നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഇതാണ് ഗില്ലൻ ബാരെ സിൻഡ്രോം വരാനുള്ള കാരണം. രോഗലക്ഷണങ്ങളെന്ന് പറഞ്ഞത് മിക്കവാറും ഒരു ഇൻഫെക്ഷൻ, ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഒരു വയറിളക്കം പോലുള്ള രോഗമോ വന്ന് ഒരാഴ്ചയോ 2 ആഴ്ചയോ കഴിഞ്ഞാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. പ്രധാനമായും കാലുകളിലെ ബലക്കുറവ്, നടക്കാനുള്ള ബുദ്ധിമുട്ടാണ് ആദ്യം കണ്ടു തുടങ്ങുന്നത്. ഇപ്പോൾ തുടക്കത്തിൽ ഇത് ചികിത്സിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ബലക്കുറവ് കാലിൽ നിന്ന് മേൽപോട്ട് കയറി വരികയും തീരെ രോഗിക്ക് എഴുന്നേൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയും ചെയ്യുന്നു. കാലുകൾ പൂർണ്ണമായും ബാധിച്ചതിന് ശേഷം പിന്നീട് ഇത് കൈയുടെ ബലക്കുറവായി വരുന്നു. കൈയുടെ ബലക്കുറവ് കഴിഞ്ഞിട്ട് പിന്നീട് ഇത് കഴുത്തിനെ ബാധിക്കുന്നു. കഴുത്തിനെ ബാധിക്കുന്ന സമയത്ത് ആഹാരം കഴിക്കാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ ശ്വാസത്തിനുള്ള മസിൽസിനെ ബാധിക്കുകയാണെങ്കിൽ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, പേഷ്യൻറ്റിന് ഒരു വെന്റിലേറ്റർ സഹായത്തോടെ മാത്രമേ ശ്വാസം എടുക്കാൻ പറ്റുകയുള്ളൂ. ഈ ശ്വാസത്തിനുള്ള മസിലുകളെ ബാധിക്കുന്നത് മരണത്തിന് കാരണമാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് ഡയഗ്നോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മുടെ രോഗലക്ഷണങ്ങൾ വെച്ചാണ്. ഇതുപോലെ എന്തെങ്കിലും ഒരു ചെറിയ വൈറൽ ഇൻഫെക്ഷൻ വന്നതിന് ശേഷം ബലക്കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് ഗില്ലൻ ബാരെ സിൻഡ്രോം ആണോ എന്നുള്ളത് നമ്മൾ സംശയിക്കണം. പിന്നീട് ഡയഗ്നോസിന് വേണ്ടി ചെയ്യുന്നത് നമ്മൾ നെർവ് കണ്ടക്ഷൻ സ്റ്റഡി, ഞരമ്പുകളുടെ ടെസ്റ്റ്, അതോടൊപ്പം തന്നെ CSF, നട്ടലിൽ നിന്ന് തലച്ചോറിലെ വെള്ളം കുത്തിയെടുത്ത് പരിശോധിച്ച് അതിൽ പ്രോട്ടീൻ്റെ അളവ് കൂടുതലാണോ എന്ന് നോക്കുക. ഇതാണ് ഡയഗ്നോസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ ചികിത്സയെപ്പറ്റി പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും 2 വിധത്തിലാണ്. ഒന്ന് IV ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്ന മെഡിസിൻ. ഇത് ആ ശരീരത്തിലെ ആൻറ്റിബോഡീസിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നു. രണ്ടാമതായിട്ട് നമ്മുടെ ശരീരത്തിലെ ബ്ലഡിലെ പ്ലാസ്മയിലാണ് ഈ ആൻറ്റിബോഡീസ് ഉള്ളത്. അപ്പോൾ ഡയാലിസിസ് പോലുള്ള ഒരു പ്രക്രിയ, പ്ലാസ്മഫെറസിസ് എന്ന് പറയും, അത് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിലെ പ്ലാസ്മ എടുത്ത് കളഞ്ഞിട്ട് പുതിയ വിരലിൽ നിന്നുള്ള പ്ലാസ്മയോ അല്ലെങ്കിൽ ആൽബുമിനോ ശരീരത്തിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ ഈ ആൻറ്റിബോഡീസിനെ മൊത്തം ശരീരത്തിൽ നിന്ന് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഈ ഒരു ചികിത്സ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ രോഗാവസ്ഥ പൂർണ്ണമായും ഭേദമാക്കാൻ സാധിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ശ്വാസകോശത്തേക്ക് ബാധിക്കുകയാണെങ്കിൽ വെന്റിലേറ്റർ സഹായത്തോടെ ആയിരിക്കും ഫർദർ ചികിത്സ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഇതിലേറ്റവും പ്രധാനം രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോഴേ തന്നെ ഗില്ലൻ ബാരെ സിൻഡ്രോം ആണോ എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളതാണ്.